കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് ആണ് പഠിച്ചത്. വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന 4 റെസിസ്റ്ററുകൾ പി ക്യു ആർ ആൻഡ് എസ് ഒരു ബ്രിഡ്ജ് രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ പി ബൈ ക്യു ഈക്വൽ ടു ആർ ബൈ എസ്. ഈ വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു വുഡൻ ബോക്സിൽ 3 കോപ്പർ സ്ട്രിപ്പുകൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എൽ ഷേപ്പ് ഉള്ള 2 കോപ്പർ സ്ട്രിപ്പുകളും നടുക്കൊരു ഐ ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്പും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കാണിച്ചിരിക്കുന്ന ടെർമിനലുകളാണ് കണക്ഷൻ കൊടുക്കാനായിട്ട്. ആൻഡ് ദി മെയിൻ പാർട്ട് ഓഫ് മീറ്റർ ബ്രിഡ്ജ് ഈസ് റെസിസ്റ്റൻസ് വയർ ഓഫ് യൂണിഫോം റെസിസ്റ്റൻസ്. യൂണിഫോം റെസിസ്റ്റൻസ് ഉള്ള 1 മീറ്റർ നീളമുള്ള ഒരു റെസിസ്റ്റൻസ് വയർ ആണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. അതുകൊണ്ട് തന്നെയാണ് മീറ്റർ ബ്രിഡ്ജിനെ ആ പേര് വിളിക്കുന്നത്. മീറ്റർ ബ്രിഡ്ജ് ഈസ് കോൾഡ് സോ ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ യൂണിഫോം റെസിസ്റ്റൻസ് വയർ ഓഫ് ലെങ്ത് 1 മീറ്റർ. ഇനി നമുക്ക് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 2 ഗ്യാപ്പുകളുണ്ട്. ഈ കോപ്പർ സ്ട്രിപ്പുകളുടെ ഇടയിലുള്ള 2 ഗ്യാപ്പിലേക്ക് നമ്മൾ റെസിസ്റ്ററുകൾ കണക്ട് ചെയ്യാണ്. ഒന്നാമത്തെ ഗ്യാപ്പിൽ റെസിസ്റ്റൻസ് എക്സ്, അത് അൺനോൺ റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ഗ്യാപ്പിൽ ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തിരിക്കുന്നു. റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറയുമ്പോൾ അതിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ 1 2 3 4 5 എക്സെട്ര അപ് ടു 1000 വരെ ഉണ്ട്. നമുക്ക് അതിൽ റെസിസ്റ്ററിന്റെ വാല്യൂ മാറ്റി മാറ്റി ഇടാം വൈൽ വി ആർ ഡൂയിങ് ദി എക്സ്പെരിമെന്റ്. ഇനി നടുക്കത്തെ ടെർമിനലിൽ നിന്ന് ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ഷൻ പോകുന്നു. ഗാൽവനോമീറ്ററിൽ നിന്ന് സ്ലൈഡിംഗ് കോണ്ടാക്ട് ജോക്കി, അതൊരു പെൻ പോലെയുള്ള ഒരു സ്ലൈഡിംഗ് കോണ്ടാക്ട് ആണ്. ആ ജോക്കി മൂവ് ചെയ്ത് നമ്മൾ എവിടെ വെച്ചാണോ ബാലൻസിങ് പോയിന്റ് കിട്ടുന്നത് അതാണ് ജോക്കിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ബാലൻസിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ബാലൻസിങ് ഓഫ് വീസ്റ്റൺസ് ബ്രിഡ്ജ്? ദി കറണ്ട് ത്രൂ ഗാൽവനോമീറ്റർ ഷുഡ് ബി ഈക്വൽ ടു 0. ഇവിടെ അതേപോലെ ആ ബാലൻസിങ് ലെങ്ത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ജോക്കി ഉപയോഗിച്ച്. ഈ ജോക്കി റെസിസ്റ്റൻസ് വയറിലൂടെ മൂവ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഏത് പോയിന്റിൽ വെച്ചാണോ ഗാൽവനോമീറ്ററിലെ റീഡിങ് 0 കിട്ടുന്നതെന്ന് നോക്കും. അങ്ങനെ ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി വയർ? ദിസ് റെസിസ്റ്റൻസ് വയർ നമ്മൾ ആദ്യമേ പറഞ്ഞു 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു യൂണിഫോം റെസിസ്റ്റൻസ് വയർ ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് 100 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഒരു സ്കെയിലുണ്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട്, ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് ഒരു 1 മീറ്റർ നീളമുള്ള ഒരു സ്കെയിലുണ്ട്. അപ്പോൾ നമുക്ക് ബാലൻസിങ് ലെങ്ത് ഇവിടെയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ബാലൻസിങ് ലെങ്ത് എൽ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് 100 ആണെങ്കിൽ വാട്ട് ഈസ് ദ റിമൈനിങ് ലെങ്ത്? റിമൈനിങ് ലെങ്തിനെ നമ്മൾ 100 മൈനസ് എൽ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാലൻസിങ് ലെങ്ത് എൽ കിട്ടുവാണെങ്കിൽ ബാക്കിയുള്ളത് 100 മൈനസ് എൽ. അപ്പം നമുക്ക് നേരത്തെ പഠിച്ച വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ആ പ്രിൻസിപ്പിൾ പി ബൈ ക്യു ഈക്വൽ ടു ആർ ബൈ എസ് എന്ന സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ആ വീസ്റ്റൺസ് ബ്രിഡ്ജ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. 4 റെസിസ്റ്ററുകൾ പി ക്യു ആർ ആൻഡ് എസ്, അവയുടെ സ്ഥാനത്ത് പിയുടെ സ്ഥാനത്ത് എക്സ് വരും, ക്യൂവിൻ്റെ സ്ഥാനത്ത് ആർ. ഇനി ആറിൻ്റെ സ്ഥാനത്ത് ഈ എൽ എന്ന് പറയുന്ന ലെങ്തിലുള്ള റെസിസ്റ്റൻസ്, അതുപോലെ എസിൻ്റെ സ്ഥാനത്ത് 100 മൈനസ് എല്ലിനുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഒരു പുതിയ ഒരു ടേം ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണെന്ന് വിചാരിക്കുക. റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി റെസിസ്റ്റൻസ് വയർ. യൂണിറ്റ് ലെങ്ത്തിന് ആർ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഫോർ എ ലെങ്ത് എൽ എന്ന് പറയുന്ന ലെങ്ത്തിന് എൽ ആർ ആണ് റെസിസ്റ്റൻസ്. അതേപോലെ 100 മൈനസ് എൽ എന്ന് പറയുന്ന ലെങ്ത്തിലെ റെസിസ്റ്റൻസ് എത്രയാണ്? 100 മൈനസ് എൽ ഇൻറ്റു ആർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, വിച്ച് ആർ ദ 4 റെസിസ്റ്റേഴ്സ് in the meter bridge instead of the resistors P, Q, R and S in Weiston's bridge? First resistance is X, രണ്ടാമത്തെ R, മൂന്നാമത്തെ LR, നാലാമത്തേത് 100 മൈനസ് L ഇൻറ്റു ആർ. നമുക്ക് അതേ ഇക്വേഷൻ P ബൈ Q ഈക്വൽ ടു R ബൈ എസ് പോലെ തന്നെ
എക്സ് ബൈ ആർ ഇസ് ഈക്വൽ ടു എൽ ആർ ഡിവൈഡഡ് ബൈ 100 മൈനസ് എൽ ഇൻറ്റു ആർ എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാം. ബൈ വിസ്റ്റൺസ് പ്രിൻസിപ്പിൾ എക്സ് ബൈ ആർ ഈസ് ഈക്വൽ ടു എൽ ആർ ഡിവൈഡഡ് ബൈ 100 മൈനസ് എൽ ഇൻറ്റു ആർ. എങ്ങനെയാണ് ഇത് വന്നതെന്ന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ 4 റെസിസ്റ്ററുകൾ എക്സ്, ആറ്, മൂന്നാമത്തെ റെസിസ്റ്റർ എന്ന് പറയുന്ന ഇത്രയും എൽ ഭാഗത്തിലുള്ള റെസിസ്റ്റൻസ്. അപ്പം നമ്മൾ ഇവിടെ ഒരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആർ ഈസ് ദി റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്ത്തിലുള്ള റെസിസ്റ്റൻസ് ആറാണെങ്കിൽ എൽ ലെങ്ത്തിലുള്ള റെസിസ്റ്റൻസ് എൽ ആർ. 100 മൈനസ് എൽ ലെങ്ത്തിലുള്ള റെസിസ്റ്റൻസ് 100 മൈനസ് എൽ ഇൻറ്റു ആർ. അപ്പോൾ എക്സ്, ആറ്, എൽ ആർ, 100 മൈനസ് എൽ ഇൻറ്റു ആർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് ഇതാണ്. നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ് എക്സ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ 1, 2, 3, 4, 5 ഈ വാല്യൂ ആണ് റെസിസ്റ്റൻസ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഇനി എന്നിട്ട് നമ്മൾ ഈ ജോക്കി ഇതുപോലെ ഒരു പെൻ പോലെയുള്ള ഒരു കോണ്ടാക്റ്റ് ആണ്. അത് നമ്മൾ ഇതിൽ കൂടെ സ്ലൈഡ് ചെയ്യും. ഓൾസോ ഒരു കാര്യം, നമ്മൾ സെല്ല് കണക്ട് ചെയ്യുന്നുണ്ട്. സെല്ല് കണക്ട് ചെയ്യുന്നു വിത്ത് എ കീ. സെൽ ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദിസ് പോയിന്റ്സ് എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് പോയിന്റുകൾക്ക്, ഈ ടെർമിനലുകൾക്ക് എയും ബി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു കറണ്ട് ഒഴുകുവാണല്ലോ. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ കീ ഒക്കെ സ്വിച്ച് ഓൺ ചെയ്തു. എന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സിൽ ഒരു സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് 1 ohm അതിൽ ഇട്ടു. എന്നിട്ട് ജോക്കി, ഈ പെൻ പോലെയുള്ള ജോക്കി ഇതേ കൂടെ സ്ലൈഡ് ചെയ്ത്, സപ്പോസ് നമുക്ക് ഇവിടെ ഒരു 43 സെൻറ്റിമീറ്റർ എത്തിയപ്പോഴത്തേക്കും ബാലൻസിങ് ലെങ്ത് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ബാലൻസിങ് ലെങ്ത് എൽ എന്ന് പറയുന്നത് 43 ആണ്. നമ്മൾ 100 മൈനസ് എൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ബാക്കി റിമൈനിങ് പാർട്ട് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് ഈക്വൽ ടു ആർ, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഈ സ്മോൾ ആർ രണ്ടും ക്യാൻസൽ ആയിപ്പോ അല്ലേ? അപ്പോൾ ആർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ 100 മൈനസ് എൽ എന്ന് വരും. ഇനി നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്നത് ആറിൻ്റെ വാല്യൂ മാറ്റി മാറ്റി ഇട്ടിട്ടാണ്. ആറിൻ്റെ വാല്യൂ ആദ്യം 1 ohm കൊടുക്കും, പിന്നെ 2 ohm, അങ്ങനെ 5 ohm വരെ നമ്മൾ ആറിൻ്റെ വാല്യൂ മാറ്റി മാറ്റിയിട്ട് ഓരോ തവണ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യും. ഓൾസോ നമ്മൾ ഈ എക്സിൻ്റെയും ആറിൻ്റെയും വാല്യൂ, എക്സും ആറിൻ്റെയും ഈ പൊസിഷൻ, റെസിസ്റ്റൻസ് ബോക്സ് ഇപ്പറേയും അൺനോൺ റെസിസ്റ്റർ അപ്പറേയും അങ്ങനെ വെച്ചും എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എക്സ് ഉപയോഗിച്ച് നമുക്ക് ദിസ് ഇക്വേഷൻ ഉപയോഗിച്ച് എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ഈക്വൽ ടു ആർ എൽ ബൈ 100 മൈനസ് എൽ, വേർ ആർ ഈസ് ദി റെസിസ്റ്റൻസ് ഇൻ ദി റെസിസ്റ്റൻസ് ബോക്സ് ആൻഡ് എൽ ഈസ് ദി ബാലൻസിംഗ് ലെങ്ത്. നമുക്ക് റെസിസ്റ്റിവിറ്റിയും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ ആണ്. റെസിസ്റ്റിവിറ്റി ഓഫ് ദി ഈ റെസിസ്റ്റൻസ് വയർ ഇവിടെ നമ്മൾ ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. ആ വയറിൻ്റെ റെസിസ്റ്റിവിറ്റി നമുക്ക് ഇക്വേഷൻ വഴി കണ്ടുപിടിക്കാം. ഈ എക്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ ലെങ്ത്, ആ വയറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. എൽ ഈസ് ദി ലെങ്ത് ഓഫ് ദ വയർ. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന മുറിക്കുമ്പോൾ സർക്കുലർ ഏരിയ ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഓഫ് സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്, പൈ ആർ സ്ക്വയർ. അപ്പോൾ ആർ എക്ക് പകരം പൈ ആർ സ്ക്വയർ ബൈ എൽ എന്ന് വരും. ഇവിടെ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ വയർ ആണ്. ഈ റേഡിയസ് നമ്മൾ സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യും. സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് ഡയമീറ്റർ കണ്ടിട്ട് അതിൻ്റെ പകുതി റേഡിയസ് കാണും. ലെങ്ത് നമ്മൾ ആ റെസിസ്റ്റൻസ് വയറിൻ്റെ ലെങ്ത് നമ്മൾ ഒരു മീറ്റർ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുക. അപ്പോൾ റേഡിയസും ലെങ്ത്തും അറിയാമെങ്കിൽ
നമുക്ക് R എന്ന് പറയുന്നത് ഈ കേസിൽ ഇവിടെ X ആണ്. ഇവിടെ നമ്മൾ X എന്ന് എഴുതി കൊടുക്കാം. അപ്പൊ Xന്റെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. Rഉം Lഉം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റിവിറ്റി കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയാ എക്സ്പെരിമെന്റ് ചെയ്യുന്ന meter bridge is used to find the value of unknown resistance, and also we can find the resistivity of a resistance wire.